അല്ല അച്ഛനെ എന്തായി അന്ന് പെണ്ണ് കാണാൻ പോയിട്ട്? അത് നടക്കില്ലടവനെ. അതെന്താ പറ്റിയേ? ആ ബസ്സിൽ വെച്ചിട്ടേ ആ പെണ്ണിന്റെ അച്ഛനെ കണ്ടു. അതിനിപ്പോ എന്ത് ബസ്സിൽ വെച്ച് കണ്ടോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? എടാ ഞാൻ അക്കൗണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ കല്യാണം ഉറപ്പിച്ചത്. ബസ്സിലെ കണ്ടക്ടറാന്ന് അവർക്ക് അറിയില്ലല്ലോ. കണ്ടക്ടർ പണി ഒരു നല്ലൊരു പണിയല്ല, അതും മറ്റേ പൈസ നോക്കണ സംഭവല്ലേ അത്. എന്താ കുഴപ്പം? കണ്ടക്ടർ പണിയായിട്ട് ഇനി നടന്ന പെണ്ണ് കിട്ടുന്ന തോന്നുന്നില്ലടാ. അതുകൊണ്ട് ഞാൻ ആ പണി വിട്ടിട്ട് വേറെ പണിക്ക് കയറാനുള്ള പരിപാടിയാ. വേറെ എന്തുറ്റ് പണി കിട്ടുന്നിട്ട് ആശ അങ്ങോട്ട് നടക്കണേ? വേറെ എന്തുറ്റ് പണി ആശ ഉദ്ദേശിക്കുന്നിട്ട്? പെണ്ണ് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ടിപ്പറിൽ കയറിയാലോ എന്നൊരു ആലോചന ഉണ്ട്. അതാവുമ്പോ നല്ല പണിയാ. ആശന് പെണ്ണ് കിട്ടും, ബെസ്റ്റ് പണിയാ. ആശാന്റെ ശിഷ്യം പിന്നെ കൈമ കെട്ടും മുട്ടൊക്കെ ഉണ്ടല്ലോ, ആകെ ചോരൊക്കെ ഉണ്ടല്ലോ, എന്ത് പുലി വരണവോ? ജീവനെയും കൂടി ഒരു കുറവുണ്ടായിരുന്നല്ലോ. ഇതിപ്പോ എന്ത് പറ്റിയ എവിടെ നിന്ന് കിട്ടിയ? വെള്ളം കയറിയിട്ടുണ്ടോ? സ്വഭാവം അങ്ങനെയാണല്ല, നല്ല കിട്ടിണ്ടാവും. എന്താ ഇത് പറ്റിയത്? ഒന്നും പറയണ്ട ആശാനെ. അറിയാലോ, ഞാൻ മറ്റേ പെൺകുട്ടിയായിട്ട് ഭയങ്കര പ്രേമത്തിലായിരുന്നല്ല. അവളെ വീട്ടിലൊന്നും ഒരു രക്ഷയില്ല. എൻ്റെ വീട്ടിലും പ്രശ്ന. ലാസ്റ്റ് ഞങ്ങൾ മരിക്കാൻ തീരുമാനിച്ചു. തുർപ്പിയാറ് പാലത്തിൻ്റെ മേലെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ചാടി ആശാനെ. ഞാൻ ആ സൈഡിലൊക്കെ അവിടെയൊക്കെ കല്ലൊക്കെ ഉണ്ടായില്ല, നമ്മളൊക്കെ ഇടിച്ചിട്ട് ഒരു വിധത്തിലൊക്കെ എത്തി. ഇവള് എങ്ങനെ നീന്തി കയറി ആശാനെ. ഇവിടെ എന്നെ തേച്ചാണ് ആശാനെ. സത്യം എനിക്ക് ഭയങ്കര വിഷമമായി ആശാനെ. പിന്നെ പറയുന്നത് ഇവള് ഭയങ്കര അത്ലറ്റിക് ഇടുന്നു. അവളാ ഇപ്പൊ തേച്ചല്ല ആശാനെ. നീന്തല്ല അത്ലറ്റിക്കാണ് ആശാനെ. അവള് നീന്തല്ല അത്ലറ്റിക്കാ. പിന്നെ പിന്നെ എത്ര ഡീറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് 8000 രൂപയുടെ മറ്റേ. ഇൻഷുറൻസ് കിട്ടും. അതുകൊണ്ട് ഇൻഷുറൻസ് കാശ് കിട്ടും. കാശ് ചെലവാവില്ല. അത് ശരിയാ. ഇല്ല ആശാന, ഇൻഷുറൻസ് കിട്ടിയില്ല. ഇത് കാര്യമില്ലാന്ന്. ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ 24 മണിക്കൂർ ഒരു ദിവസം ഫുള്ള് കിടക്കണം. അവരെന്നെ പറഞ്ഞാശാന. അവരും തേച്ചാശാനെ. ശിഷ്യ, അവള് ഇവനെ തേച്ചു. ഇൻഷുറൻസുകാരും ഹോസ്പിറ്റലുകാരും ഇവനെ തേച്ചു. ഇൻഷുറൻസുകാർക്ക് ഒരു പണി എന്തായാലും കൊടുക്കട്ടെ. അത് കൊടുക്കണം, ആശാൻ കൊടുക്കണം. നീ ആ 2 എണ്ണത്തിന് വിളിച്ചിട്ടേ ആ മോട്ടോറിന്റെ ബാക്കിലേക്ക് വന്നേ. നടക്കണവനെ കൊണ്ടുവന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ച് താമസിക്കാൻ പാടില്ല. അതേ 10-20 ദിവസം എടുക്കാനുള്ള വകുപ്പ് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിണ്ടാവും. AC റൂം തന്നെ എടുത്തോളാൻ പറയും. ആ ജൂബിലിയിൽ തന്നെ അവന്റെ ആ ചെക്കനില്ലേ കൂടെ വന്നുള്ള അവനെയും കൊണ്ടോ. അവനും കൊണ്ടുപോകാം. സുഖം. ഞാനൊന്ന് തൃശ്ശൂർ വരെ പോയിട്ട് വരാം. ആശാൻ പോയിട്ട് വാ. അവിടെ ഞാവൽപ്പഴം ഇട്ട ചാരാൻ കിട്ടുന്ന ഒരു ശ്രുതി കേട്ടു. ആയിക്കോട്ടെ, ആശാൻ പോയിട്ട് വാ. ഓക്കെ. ആശാൻ എന്തായാലും ബുദ്ധിരാക്ഷസം തന്നെ. ഇൻഷുറൻസ് എന്തായാലും പെട്ടെന്ന് കിട്ടും. ചാത്താ മതിയായിരുന്നടാ. നേരെ നടക്ക്. 12 ദിവസം ആശുപത്രിയിലും കിടക്കണം. എന്ത് ഇട്ടിച്ച് മാറി.